അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി വെറൈറ്റി പിടിച്ചാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സോയ ഫ്രൈഡ് റൈസ് നമുക്കിന്ന് തയ്യാറാക്കാം. സംഭവം സിമ്പിളാണ്, അതുപോലെ തന്നെ സൂപ്പറുമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതോടൊപ്പം തന്നെ 100 ഗ്രാം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ചെറിയ സൈസ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്, വലുതല്ല. അപ്പോൾ ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കൂടുതൽ സമയം നമുക്ക് ഈ സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഓവറായിട്ട് വെന്ത് പോകും. നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 90% വേവാണ്. അത് ഈ പറഞ്ഞ 2 മിനിറ്റിനുള്ളിൽ തന്നെ കറക്റ്റായി കിട്ടും. അപ്പോൾ അതിനുശേഷം ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് 1-2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ കഴുകി പിഴിഞ്ഞെടുത്ത ആ ഒരു സോയ ചങ്ക്സിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. സോയ ചങ്ക്സിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം മതി. അങ്ങനെ ഈ പറഞ്ഞതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച സോയ ചങ്ക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടരെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോയ ചങ്ക്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ കുറേ സമയമൊന്നും വേണ്ടി വരില്ല, വളരെ കുറച്ച് സമയം മതി. അതും തീ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിൽ വെള്ളം വറ്റിയിട്ട് സോയ ചങ്ക്സ് ഒക്കെ നല്ല ക്രിസ്പി ആയി തുടങ്ങും. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ സോയ ചങ്ക്സ് ഒക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ബാക്കി സോയ ചങ്ക്സ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആവശ്യത്തിലേക്കായി എടുത്തിരുന്ന സോയ ചങ്ക്സ് എല്ലാം നമ്മൾ കറക്റ്റായി ഫ്രൈ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു എണ്ണയുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണിനകത്താണ് ആ ഒരു എണ്ണ എടുത്തിട്ടുള്ളത്. ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. അതായത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് നല്ല മണം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം വീണ്ടും തുടരെ ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും സവാള ചെറിയ തോതിൽ വഴണ്ട് കുഴഞ്ഞു തുടങ്ങും. ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 മീഡിയം സൈസ് ക്യാരറ്റ് ഒരല്പം നീളത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 8 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടാതെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരല്പം നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒടുവിലായി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറേയേറെ സമയമെടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. തീ ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോഴേക്കും ഈ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒരു പകുതി വേവായി കിട്ടും. ഇവിടെ ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒരു പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് 500 ഗ്രാം ബസ്മതി റൈസ്, അത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പറഞ്ഞ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, ഇതിന് പകരം കൈമ റൈസും എടുക്കാം കേട്ടോ. അങ്ങനെ ഈ റൈസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കാണുന്ന സോയാ സോസ് ആണെങ്കിലും അതുപോലെ ടൊമാറ്റോ സോസ് ആണെങ്കിലും അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അവസരത്തിൽ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഈ റൈസ് വേവിച്ചെടുത്തത് തന്നെ ഉപ്പിട്ട വെള്ളത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ റൈസും വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സും കൂടി ഇട്ട് ഒരിക്കൽ കൂടി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ അതുപോലെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയ ചങ്ക്സ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ.
അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.